എല്ലാവർക്കും നമസ്കാരം. രാമായണ വായന നമുക്ക് വീട്ടിൽ പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും കുറച്ച് ഭാഗങ്ങൾ എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. അതിൽ ഈണം വേണമെന്നോ ഒന്നുമില്ല. ഭഗവാനെ ധ്യാനിക്കുക. കുറച്ച് തെറ്റും ഒക്കെ വരും. അങ്ങനെയാണ് നമ്മൾ വായിച്ച് പഠിക്കുന്നത്. പിന്നെ പാട്ട് രീതിയിലോ അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് എങ്ങനെ പറ്റുന്നോ അതേ രീതി നമ്മൾ വായിക്കുക. എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. രാമായണം ആയാലും ഭാഗവതം ആയാലും നമ്മൾ ആദ്യം വായിക്കുമ്പം കുറേ തെറ്റുകൾ വരും. വായിച്ചാണ് നല്ല രീതിയിൽ നമുക്ക് പിന്നെ വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ രാമായണ വായന തുടരാം. ഗണപതായേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം ശ്രീ വാൽമീകി മഹർഷേ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമസമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ. വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നാണമെന്നീ മുതനാവിന്നെ നടഞ്ചനെ കേണാങ്കനേ യഥാ കാനനേ നിഗംഭരം. വാണിജോത്ഭവമുഖവാരിജാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാബലി തോന്നിണം കാലേ കാലേ. പാരാതെ സലക്ഷ്മണം മേന്മേൻ മംഗളശീലേ. ഇന്ന് കിഷ്കിന്ധാകാന്ഡം ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു. സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു. കാലം കളയരുതേതുമിനിയിടോ. ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തു. പാലനം ചെയ്ത് കൊൽവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. ആർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മാന്ത്രികൾ 4 മിത്രജം ചെന്നു കിഷ്കിന്ധാപുരധാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരൂഹവും മറഞ്ഞു നിന്നിടിനാർ. മിത്രഭാവേന രാമാദികളം നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാർ. മിത്രതനേനും വശസി കുത്തിനാൻ. വൃതാരിപുത്രനും മിത്രതനേനെ 10 നൂറാശു
വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതും രക്തമണിഞ്ഞേക രൂപധരന്മാരായി ശക്തികളെന്നവരൊപ്പം വരും നേരം മിത്രാജ്ഞനതു വൃതാരിപുത്രനെ നിത്യം തിരിച്ചറിയാവതല്ലൊരുത്തനും. മിത്രവിനാശശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ലതു നേരം. വൃതാരിപുത്രമുഷ്ടി പ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ. മിത്രധനീനും സത്തരമാർത്ഥനായി വൃത്താരിപുത്രനോ മാലയും പൂക്കിതു. വൃത്തസ്ഥനായി വന്നു പിത്രാതനയനം പൃഥ്വിരുഹാന്തികെ നിന്നരുളിയിടിന. മിത്രനായോ ഭൂതനായ രാമനോടത്രയും അത്യാപരൂഷങ്ങൾ ചൊല്ലിനാം. ശത്രുവിനെ കൊണ്ടു ചൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തറിയുന്നില്ല ഞാനയ്യോ. വധിനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രീണമാം നിന്തിരുവിടിതാം. താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേന്നതും പുനരെത്രയും പാരം പിഴച്ചൂതയാനിതേ. സത്യസന്ധൻ ഭവാൻ എന്ന് ഞാൻ ഓർത്തതും വൃത്തമത്രേ ശരണാഗത വത്സല. മിത്രാത്മജ്യോതികൾ ഇത്തരമാകുലാൽ ശ്രുത്യ രഘുത്തമനുത്തരം ചൊല്ലിനാൻ. ബത്താശ്രുനേത്രനാലിംഗനം ചെയ്തതും ചിത്തെ ഭയപ്പെടാകായതും മമസകേ. അന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരയാഞ്ഞു. മിത്രാഘാതിത്വമാശങ്കജ്ഞാനം നേരം മുക്തനാവാതിലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരവായനൊരടയാളം മിത്രാജ്ഞാ നിനക്കുണ്ടാക്കുവാ നിന്നിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്രം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃദ്ധവിനാശനാ പുത്രനാമാഗ്രജനും മൃത്യുവംശഗതനെന്നുറച്ചിടു നീ. സത്യമിതഹം രാമനെന്നായിലോ മിഥ്യയായി വന്ന് കൂടാ രാമഭാഷിതം. ഇത്തം സാമാശ്യമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാംജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാലിത്തേ നീ ബദ്ധവിരവോടൈക്യ യുദ്ധത്തിനായി. ശത്രുഘ്നപുരജന്മാലിവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയിച്ചിടിനാൻ. ബാലീവധം. വൃതാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജം വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാ പുരാധാരി ക്രുദ്ധ മഹാസിംഹനാഥം ജവീസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാഥം തഥാ ശ്രുതാവിസ്മൃതനായ ഒരു ബാലിയും ബദ്ധാപരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തു ഭർത്തൂരഗ്രേ ഉരഗ്രേ ചെന്നു ബദ്ധാസു നേത്രേയും മത്തേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടെന്തോരു ശങ്കയുണ്ടുള്ളിൽ എനിക്കിതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പാരിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. എത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രവനുണ്ടോ പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൽ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകല കൈ അയച്ചിടൂ നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായാലുള്ളതോർക്കുക സുഗ്രീവെന്നു ബന്ധമില്ലെന്നോടും വൈരത്തിനാർക്കുമേ. ബന്ധവായി ഉണ്ടാവേണ്ടമെന്നാകിലോ ഹന്ത്യവൻ എന്നാൽ അവനും അറിയുക നീ. ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവുമായി ഉള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരുവിൽ വരുവും ഞാൻ ധീരത കൈകൊണ്ടിരിക്കുക നീ വല്ലഭേ. താരയും ചെന്നാളത് കേട്ടവനോടും വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കിൽ നായാട്ടിനു പോയതും തയാനേ മമാസൂതൻ അങ്കദനം നേരം കേട്ടോരു ദന്തമെന്നോട് ചെന്നാനതും കേട്ടിട്ടു ശേഷം ഇതോചിതം പോക നീ. ശ്രീരാമൻ ദശരഥൻ അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജാലക്ഷ്മി സമയായി സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനേനെ. വന്യാശനാനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണരാക്ഷസൻ കണ്ടുകൊണ്ടുവാൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു. തൽക്ഷണ ഋഷ്യമുഖാജിലേ വന്നിതു. മിത്രാജ്ഞനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴ്ക നന്നൂനും ഒന്നിച്ചു സൗഖ്യവും ചെയ്തുകൊണ്ടൊരാരഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കും ഇരുവരുമായുടൻ. വൃതാരിപുത്രനെ കൊന്നു കിഷ്കിന്ധേ മിത്രാജ്ഞത നിന്നെ വാഴിപ്പാനതൊരു സത്യവും ചെയ്തു കൊടുത്തതു രാഘവൻ. സത്തരമർക്കതനു അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി. തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേപം പ്രതിജ്ഞയും ചെയ്തതു. വന്നിതിപ്പോൾ അതുകൊണ്ടതു തന്നെ അവനും വൈര്യമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ
സൗര്യമായി വാഴിച്ചു കൊൽക ഇളമയായി യാഹി രാമം നീ ശരണമായി വേഗേന പാഹിമാമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലം പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധു വ്യാകുലഹീനം പുടർന്നു രാഘവാശനെ പറഞ്ഞതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയാക്കാതേതുമേ നാസി ഭയമമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരെന്നു നിർണയം. രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ രാമനാകുന്നു സാക്ഷാൽ മഹാവിഷ്ണു. രാവണനന്താൻ അവതരിച്ചു ഭൂമി ഭാരവഹാരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരീശ്വരൻ. തച്ചരണാംബുജയ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവാൻ. മൽഗ്രഹത്തിങ്കളുപകാരമേറും സുഗ്രീവിനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നതിനെ ഭജിച്ചിട്ടും അന്യഭാവം പരമാത്മാവനില്ലല്ലോ. ഭക്തി ഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മിനി പുഷ്കരലോചനെ പൂർണ്ണഗുണാംഭതേ. ഇത്തമാസിദ്ധവൃതാരാധിപുത്രനും ക്രുദ്ധനായ സത്യനം ബത്താപരികരം നിർഗമിച്ചിടുന്നായുത്തായ സന്തരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവിനെ ഹൃദ താരയും ആസുകണക്കളും വാർത്തവർത്തും ആരൂഢതാവമകത്തു പൂക്കിയിടിനാർ. പല്ലുകടിച്ചറിക്കൊണ്ടു ബാലിയും നില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചതു ബാലിയെ. രുഷ്ടനാം ബാലി സുഗ്രീവനെ എന്തതാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽക്കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടു തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടുമുരുണ്ടും മുൾച്ചിറ്റം കലർന്നഹം കൊണ്ട് മാദ്യം ചാടിപ്പതിക്കുകയും കൂടെ കുതിക്കുകയും മാടിത്തടുക്കുകയും കൂടെ കുടുക്കുകയും ഓടിക്കഴിക്കുകയും കൂടെ കെടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കുകയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കുകയും മുഷ്ടി യുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കുകയും വാഴ്ത്തി സ്തുതിക്കുകയും കാലകാലം താനുമുള്ള പോർ ബാലി സുഗ്ര യുദ്ധത്തിനവൃടം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെ കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലെന്നു കണ്ടു തമ്മിൽ എങ്കിലും ഭേദിച്ചു തർക്കതനേനും വിഗ്രഹം. സാധുവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജ മുഷ്ടിപ്രഹരങ്ങളേൽക്കിയ സുഗ്രീവനേറ്റം തളച്ചുണ്ടെന്നു കണ്ടു. കാരുണ്യം കലർന്ന് വേഗേന വൈകുണ്ഠം ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറായിച്ചരുളിയിടിനാ. ചെന്നതോ ബാലിതൻ മാറി തളച്ചുള വന്നങ്ങലറി വീണിടാൻ ബാലിയും. ഭൂമിയും ഒന്നു വിറച്ചതീ തന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുസുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിടാൻ ബാലിയും. കാണായതഗ്രഹൂത്തനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണി ചാപവും ചീരവസ്നവും തൂണീരവും മൃസ്മേരവദനവും ചാരു ജടാമകുടവും പൂണ്ടിടം പെട്ട മാറിടത്തെങ്കിൽ വനമാലയും പൂണ്ട ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെ അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞതോ ബാലിയും. ഉണ്ടായ കോപകേതാ കുല ചെയ്തസ എന്തു ഞാനൊന്ന് നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കുല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈകൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തോ ഒരു കീർത്തി ലഭിച്ചതുകൊണ്ടു ചിന്തിക്ക രാജോ കുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമയവനെയും. എന്തോന്ന് സുഗ്രീവനാ കൃത്യമായതും എന്തു മറ്റൊന്നാ കൃത്യമല്ലായാഞ്ഞതും രക്ഷോപരന്തവ പത്നിയെ കട്ടതീൽ അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു. ഭവാൻ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ. ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാമനുടെ ബാഹു പരാക്രമം. ലങ്കാപുരത്തെ ത്രികുടകുലത്തെയും ശങ്കാവിഹീനം ദശാസിനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിയെ കൊണ്ട് നിന്നന്തികെ വെച്ചു തൊഴുതനുമയാധര. ധർമ്മിഷ്ടെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘൂപതേ. ധർമ്മം എന്തോന്ന് ലഭിച്ചതുകൊണ്ടു നിർമൂലമെങ്ങനെ കട്ടാളനെ പോലും വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്നു പറയ നീ. വാനരമാംസഭക്ഷ്യമത്രേ മാനസേ തോന്നിതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത
ബാലിയോട് ഉത്തരമരുൾ ചെയ്തു രഘുത്വം. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മാത്സരം നടക്കുന്നു നീള ഞാൻ. പാപിയോരതിർനഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീയേതുമറിയാഞ്ഞതൊടുമെടു. പുത്രി ഭഗനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസീ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചും ഏറ്റവും മഹാഭാവി. താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നിറവന്മാ നിഗ്രഹിച്ചതാ. നർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരൂച്ചതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണൻ അറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രം. ഭക്ത്യാ നമസ്കൃത വന്ദിച്ചു ലിനാനിത്തം. മമ അപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ. നാരായണം നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടുകണ്ടാശു നിന്നന്തികെ താപകമായ ശരമേറ്റു. ദേവമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്തഭാഗ്യമെന്തെന്നു ചെല്ലാവതും. സാക്ഷാൽ മഹായോഗി നാമവേ ദുർലഭം മോശപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം വരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷനും മോശം ലഭിക്കുന്നതാകാലിന്നുമേ. സാക്ഷാ പുരസ്കൃതനായ ഭഗവാനെ കണ്ട് അൻപോട് നിന്നുടെ സഹായകം കൊണ്ടു മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായത് നിന്നുടെ ഭാഗ്യാതിരേഖ കൊണ്ടോ പലർക്കും ലഭിക്കുന്ന ഈശ്വര. നാരായണ നിന്ദരു ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പന്തികണ്ഠം തന്നെ അനുഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭഗവാൻ. പത്മജം അമർത്തിക്കാലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിക്കാൻ തുടങ്ങിയിട്ടു എന്നെയും അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നെ തിരുവള്ളമുണ്ടായിരിക്കണം. അർക്കതനേനും അംഗബാധബാലനും ഒക്കെ എനിക്കൊന്നു കൈകൊള്ളുക വേണമേ. അമ്പം പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവാവീരമുഖാൻഭുജവും ചേർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദാന്തൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന പൂക്കിതു കിഷ്കിന്ധയായ പുരാജിരെ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർഗലോകവാസിയായി വന്നു കബീശ്വരം സായകമേറ്റു ജനാചിരേ താരേ. കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക്കാ കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്കാ നീ പരിബന്ധിക്കുള്ളിൽ കിടക്കാതിരിക്കണം. ബാലി മരിച്ചത് കേട്ടു ഒരു താരിയോ മാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വശി ദാടിച്ചു ഗദ്ഗദാവാചം പറഞ്ഞു പലതരം. എന്തിനെനിക്കിനീ പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവുമേ വൃതാ. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. യുദ്ധം കരഞ്ഞവളിച്ചത് തൻ രക്തമാംസങ്ങൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തകളെ ബലം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെ ഏറ്റവും വിവേശ്യയായി വീണ്ടു ചെന്നു പാതാന്തികേ താരയും കേണു തുടങ്ങിന. പിന്നെ പലതരം ബാണമെഴുതെന്നും കൊന്നിടു നീ മമ പ്രാണനാഥനോ പിരിഞ്ഞീലാടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആരിനാം നിന്നാൽ അനുഭൂതമല്ലല്ലോ. ഭാര്യാവിയോഗ ദുഃഖം ജഗൂപതേ വ്യാഗ്രഹവും തീർത്തു അരുമയായി വാഴുകു നീ. സുഗ്രീവ രാജഭോഗങ്ങളോടും ചിരയുത്തം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശനകാരുണേന ഭർത്തവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വ്രതവ കേൾക്ക നീ ബന്ധമില്ലേതുമിതൊന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതമാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വക്ക് മാംസരക്താസ്തി കൊണ്ടിടൂ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവോ ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളലുണ്ടാകേതു നിനച്ചേതുമേ. നിൽക്കുകയുമില്ല നടക്കുകയുമില്ലകൾ ദുഃഖ വിഷയമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലിബ ഭേദങ്ങളുമില്ല
താപശീതാദിയുമില്ലെന്നറിയ നീ. സർവകം ജീവനേകൻ പരനദ്വയനൈവൻ ആകാശതുല്യൻ അൽപ്പനേകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകനായ തത്വമേർത്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടു ഒരു കാര്യം രാമനോടാശു ചോദിച്ചതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തു വിവേകകാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യഭൂതന്മാരായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ അധ്യായമാനാനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗം നിജ സ്വപ്നേതാം സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനമന്യാദ്യ വിദ്യാബന്ധഹേതുനാ. താനമാഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാപാർത്ഥകമായതും. സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസാമനാത്വം ഭവിക്കാൻ ആത്മനാ സൽകൃതാബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാകുക കാരണം ചുത്തസ്ഫടികവും ത്വവർണമായി വരും. വസ്തുതയാ പാർക്കിലില്ലാത്ത ലഞ്ഛന ചിത്തെ നിരൂപിച്ച് കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകിയാലെത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സ്വത്താദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കാൽ അവശത്വവും കലർന്നതു ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു. അതോ മനോഗുണാൻ സൃഷ്ടാതസ്തതാ. വേദവിധം വേദം വിധിക്കും ബഹുതകർമ്മങ്ങൾ ശുക്ലാരക്ത ശീതഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സംഹാരകാലേ ജീവനെന്നു മാനാദി വിദ്യാവംശം പ്രാപിച്ചും തിഷ്ഠതാഭിനിവേശത്താൽ പുനരതാ സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ ഭൂയോ ഘടിയന്ത്രവത്സുതാ. മായാബലത്താലതാർക്കൊഴിക്കാമടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേരസി സംസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായി ശാന്തമാത്മാവിനു പുനരപ്പോൾ അവൻ മതിമതിശ്യാതുടം ശ്രദ്ധയുമുണ്ടാകതാശ്രവേണ മമ ശുദ്ധസ്വരൂപവിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയമനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമധയം നിത്യം നിരൂപം നിഷ്കളൻ നിർഗുണൻ. യുദ്ധമറിയുമ്പോൾ മുക്തരാം എപ്പോഴേ തത്വം മയോദിതം തത്വം മയോദിതം. യാതൊരുത്തം വിചാരിക്കുന്നതിങ്ങനെ ജലസ്തി സംസാര ദുഃഖം അവനില്ല. നീയും മയാ ഭോക്തമോട്ടു വിശുദ്ധിയായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ടും നിർമ്മല ബ്രഹ്മാണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തെങ്കിലത്രയും ഭക്തിയുണ്ടെങ്കിലെന്തു കൊണ്ടു രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലുമേഷം നീ മദ്രുമീ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോശം വരും നിർണയം. കൈതവമല്ല പറഞ്ഞു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജാ ദുഃഖവും മൂക്കിനാൽ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാ ആത്മബോധേന ജീവമുക്തയായിടാൽ. മോശപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമം മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടാദിബന്ധവും തീർത്തു. മുക്തയായുള്ളൊരു നാരി എന്നാകിലും വിഗ്രഹമെല്ലാം അകലെ പോയി തെളിഞ്ഞതു. സുഗ്രീവന് കേട്ടൂരനംധരം അഞ്ജാനമെല്ലാം അകന്നു സൗഖ്യവുമുണ്ടോ. വിജ്ഞാനമോടതി സ്വസ്ഥനായാന്ധുലോ. സുഗ്രീവ രാജാഭിഷേകം. സുഗ്രീവനോടരു ചെയ്താനന്തരം അക്കാജപുത്രനാമംഗതം തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവ്വം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു ധാരയും പുത്രനും ബ്രാഹ്മണരും മാത്യപ്രധാനന്മാരും പൗരജനങ്ങളും നൃപേന്ദ്രോചിതം ഭേരി വൃംഗാദാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗണ കർമ്മം കഴിച്ച സ്നതാ ജഗാമരകൂത്തമാ സന്നിധേ.
മന്ത്രികളോടും പ്രണമപാദാംബുജ മന്ത്രമുദാമ പറഞ്ഞ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമെനി പൂജനാകും നിന്തിരുവിടി സാദരം ദാസനായുള്ളൊരടിയനിനി തവ ശാസനയും പരിമാലിച്ചു സന്തതം ദേവദേവേശാദേ പാദപത്മദേം സേവിച്ചു കൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടിട്ടുണ്ട് അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാനിതെല്ലോ ഒരു സംശയം പ്രീതനായി പോയാലും ആശമാമാജ്ഞയ രാജാധിപത്യം നിനക്ക് തന്നെ നിനി പൂജനായി ചെന്ന അഭിഷേകം കഴിക്ക നീ ദൂരമായൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൻ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യുവരാജാർത്ഥ അഭിഷേക പ്രഭു സർവമധീനം നിനക്ക് രാജ്യം സഹേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലിനെയും പരിപാലിച്ചു കൊള്ളുക നീ അത്രി ശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അധ്യാപ്രഭതി ചാതുർമാസ്യമാകുല പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്നികതനായിരിപ്പേടമറിഞ്ഞു വന്ന് എന്നോട് ചെൽക്കുകയും വേണം മമ സഹേ അത്ര നാളും പുരത്തെങ്കിൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസവും രാഘവവും തന്നോട് കൈകൊണ്ടു വേഗന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപൂക്ക് അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തിയെ സുമിത്രാജ്ഞൻ സോദരനോടും പ്രവർഷാണാക്കിയ ഗിരവും സാദരം ചെന്നു കരേറി രഘൂത്തമൻ ഉന്നതമൂത്ത ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹുരം കാണായി സ്ഫടികാദീപ്തി കലർന്ന് കിളങ്ങിന ഹാടകദേശം മണിപവരോജ്വലം വാദവരിഷഹിമാദപ്രഭാരണം പാദപ വൃന്ദഫലമൂലസഞ്യുതം തത്രൈവ വാസായ രോജായമാസാ സൗമിത്രേണ ശ്രീരാമഭദ്രൻ മനോഹരം സിദ്ധയോഗീന്ദ്രാധിപത്യജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണം തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചന്നഹം പക്ഷിദ്ധനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗജാതികളേവരും ദേവനെ കണ്ടു സൂഹിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധിവീരനായ ഏകാന്തദേശേ മരുവും ദശാന്തരെ ഏകനാ വന്ദിച്ചു സൗമിത്രി സസ്പ്രം രാഘവനോട് ചോദിച്ചൊരുളിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗ മക്കാഭിമോക്ഷപ്രദം ത്രിലോകീപതേ വർണ്ണാസിമേൾക്കു മോഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിതേ നാരദ വ്യാസവിരഞ്ചാദികൾ സദാ നാരായണ പൂജ കണ്ടുക സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളൊരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകേകനാഥ ഭവാനരുൾ ചെയ്യലോ ലോകോപകാരമാകെയുണ്ടല്ലോ ലക്ഷ്മണനെ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു സ്വസ്തി പ്രജാഭിപരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീച്ച ഗോബ്രാഹ്മണേഭ്യശോമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യത്യ സകലം പരസ്മൈ ശ്രീമന്നാരായണേ സമർപ്പയാമി. രാമായണ വായന കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരി ഓം.